എടാ സനീഷേ, ഭർത്താവാന്നും പറഞ്ഞ് നടന്ന പോരാ, ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. അത് ഭാര്യയെ പഠിപ്പിച്ച പോരെ. അതും കൊണ്ട് എന്റെ നേർക്ക് വരരുത്. ഞാൻ നിങ്ങളുടെ മകന്റെ ഭാര്യ അല്ല. താൻ പോകുന്നെങ്കിൽ പൊയ്ക്കോ, എന്റെ കുഞ്ഞിനെ കൊണ്ടുപോണ്ട. ഞാൻ അമ്മയുടെ കൂടെ പോവും, എനിക്കിവിടെ നിൽക്കണ്ട. അയ്യടാ, കൊച്ചിനെ വരെ പറഞ്ഞു തിരിപ്പിച്ചു കളഞ്ഞു. നിനക്ക് ആകെ ഉള്ളൊരു മോനാ, അത് ഓർത്തോ. ദേ ഒരുപാടങ്ങ് ചാടല്ലേ കൊച്ചെ. നിന്റെ അച്ഛന്റെ കൂടെ ഇവിടെ ഞാനാ കിടക്കാൻ പോകുന്നത്. എന്റെ അച്ഛന് ഞാനും മാത്രം മതി. താൻ ചെല്ല്. ഇത് തന്നെ ഞാൻ പറഞ്ഞത്, കൊച്ചിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. ഇതിപ്പോ ഞാനാണ് കുഞ്ഞിനെ ഡിസ്റ്റർബ് ചെയ്തത്? എന്തൊരു വാശി ഇതിന്. ഞാൻ ഇവിടെ ഇരുന്നാലേ ഇപ്പൊ എന്ത് പറ്റാനാ? എടോ, താനൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഇപ്പൊ താനല്ല കുഞ്ഞ്, അയിനുമാണ്. ഒരു വീട്ടിൽ 2 ഭാര്യമാരെയും കൊണ്ട് ജീവിക്കാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് പോസിബിൾ അല്ലടോ. അത് പണ്ടും പോസിബിൾ അല്ലാന്ന് അച്ഛൻ അറിയാലോ അല്ലേ? അതുകൊണ്ടാണല്ലോ ഒരുത്തൻ ഇത്രയും കാലം ജയിലിൽ കിടക്കേണ്ടി വന്നത്. താൻ തന്റെ കാര്യം നോക്കിയാൽ മതി. അതുപോലെ ഞാൻ തിരിച്ചു പറഞ്ഞ മതി സംസാരിച്ചത്. പറയണമെന്ന് വെച്ചിട്ടല്ല, നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജയിച്ചു കളയാമെന്ന് കരുതിയോ നീ? തൊട്ടതിനും പിടിച്ചതിനും ഇങ്ങനെ ഷാട്ടിയും പിടിക്കാമോ? എടോ, ഇതൊരു ചെറിയ കുട്ടിയാ, അതിനുള്ള ബുദ്ധി അവൾക്ക് ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെയാ അതനുസരിച്ച് നിൽക്കേണ്ടത്. വെറുതെ അവളെ കരയിപ്പിക്കാതെ താൻ ചെല്ലാൻ നോക്കിയേ. ഞാൻ ഉറക്കാന്നേ. ഇങ്ങനെ വാശിക്ക് വിട്ടുകൊടുത്താലേ പിന്നെ അത് ശീലമാവും. എന്റെ കൂടെ ഇടപഴകി ശീലമാവട്ടെ. ഗിരിയേട്ടൻ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. വേണ്ടച്ചാ, പോവാൻ പറ ആന്റിയോട്. തന്റെ നിലയുറപ്പിക്കാൻ വസുധ തീരുമാനിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ? വസുധയുടെ കാര്യത്തിൽ എന്തായി തീരുമാനം? ഇനി അവൾ അവിടെ തുടരുന്നതിൽ അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് അവളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. പകരം വയ്ക്കാൻ പറ്റാത്ത തിരിച്ചടികൾ അണിയറയിൽ ഒരുങ്ങുമ്പോൾ കാണാൻ പോകുന്നത് മനുഷ്യ മനസ്സുകളുടെ വീർപ്പുമുട്ടലോ. പണവും സ്വാധീനവും ഒരു പക്ഷം ചേരുമ്പോൾ മറുപക്ഷം ചേരുന്നതാരൊക്കെ? എല്ലാത്തിനും ഉത്തരവുമായി വസുധ. കാണുക തുടർന്നുള്ള ഭാഗങ്ങൾ.